ഈ വീഡിയോ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിൽ ഇസ്രായേൽ ഇന്ന് ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള എക്സ്പാൻഷനാണ് നടത്തിയിരിക്കുന്നത്, IDF എക്സ്പാൻഷൻ. അപ്പോൾ അതിൽ IDF പ്രധാനപ്പെട്ട ഒരാളെ വധിച്ചിട്ടുണ്ട്. അതായത് October 7 ആ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയ, അതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഹെഡ് ഓഫ് ടെറർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തീവ്രവാദികളുടെ തലവൻ എന്നുള്ള ഒരു ലീഡർഷിപ്പ് കാറ്റഗറിയിൽപ്പെട്ട ഒരുത്തനെ തന്നെയാണ് തട്ടിയിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ വളരെ തകൃതിയായിട്ടുള്ള ടാർഗറ്റഡ് മിഷൻസ് നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇൻക്ലൂഡിങ് മുഹമ്മദ് സിൻവറിനെ വരെ വധിച്ചത് ടാർഗറ്റഡ് മിഷൻസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ IDF പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ടെൽ അവീവിൽ ഒരു സൈലന്റ് പ്രൊട്ടസ്റ്റ്, IDFന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സിവിലിയൻസ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ ആ ഒരു പ്ലഗാർഡും കൊണ്ടാണ്, അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള അറബ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട മിഷൻസ്, ഈ ഒരു പ്രൊട്ടസ്റ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു മുൻഗണന എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ പൊളിറ്റിക്കൽ മെനൂവർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും ഇല്ല എന്ന് തള്ളിക്കളയാൻ പറ്റില്ല. പൊളിറ്റിക്കൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നെതന്യാഹുവിൻ്റെ ആ ഒരു പൊസിഷന് തന്നെ ത്രെട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നെക്സ്റ്റ് ഇലക്ഷനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളാണ് ഇപ്പം രൂപപ്പെടുന്നതെല്ലാം. യൂറോപ്യൻ യൂണിയൻ അതിരൂക്ഷമായ നിലയിലുള്ള ഉപരോധങ്ങൾ, അതേപോലെ തന്നെ ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തിറക്കുമ്പോഴത്തേക്കും, യൂറോപ്യൻ യൂണിയൻ്റെ ചെയർമാൻ തന്നെയാണ് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തിറക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തിറക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ യൂറോപ്യൻ ഹോസ്പിറ്റൽ, ഗാസയ്ക്കുള്ളിൽ ഒരു യൂറോപ്യൻ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ തുരങ്കമുണ്ടായിരുന്നു. ആ തുരങ്കമാണ് October 7 ആക്രമണത്തിൽ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. അതായത് യൂറോപ്യൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് താഴെ പ്രവർത്തിച്ചിരുന്ന ആ ഒരു ടണലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഹമാസിൻ്റെ ഒളിത്താവളമായ ഒരു കമാൻഡ് സെൻ്ററാണ് ഈ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് October 7 ആക്രമണത്തിന് നേതൃത്വം നൽകിയ കമാൻഡ് യൂണിറ്റുകളുടെ ഒരു താവളമായിരുന്നു എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. ട്രംപും മസ്കും തമ്മിൽ അമേരിക്കയിൽ പ്രൊപ്പഗൻഡ മാധ്യമങ്ങളൊക്കെ എന്താണോ അവർ എഴുതി പിടിപ്പിച്ചത്, അതിന് ആ ഒരു വലയിൽ വീണിരിക്കുകയാണ് ട്രംപും മസ്കും. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് മസ്കിന് തല തിരിഞ്ഞു പോയി, ഭ്രാന്തെന്നാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത്. മസ്കിന് തലയ്ക്ക് വട്ടാണ്. പിന്നെ അഥവാ മസ്ക് എങ്ങാനും ഡെമോക്രറ്റുകളുടെ കൂടെ ചേർന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി അഥവാ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിയർ ആയിട്ടുള്ള കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ത്രെട്ടാണ്, ഡയറക്റ്റ് ഭീഷണി. ഇത് IDFന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹെഡ് ഓഫ് ഹമാസിന്റെ അലൈൻഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് മുജാഹിദീൻ ബ്രിഗേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിഗേഡുമായിട്ട് ബന്ധപ്പെട്ട ലീഡർഷിപ്പിലുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് IDF വധിച്ചിരിക്കുന്നത്. അസാദ് അബു ഷരിയ എന്നാണ് ഇയാളുടെ പേര്. October 7 നിറോസിൽ നടത്തിയ ആക്രമണം, ആ ആക്രമണം ശരിക്കും ഈ ഒരു വ്യക്തി, ഈ ഒരു അസാദ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ബിബാസ് ഫാമിലി. ഈ ബിബാസ് ഫാമിലിയെ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്ക് ഡയറക്റ്റായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് IDF പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആരെയൊക്കെയാണോ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടത് അവരെയൊക്കെ കൃത്യമായി ഉന്നം വെച്ച് IDF അവരുടെ ദൗത്യം പൂർത്തിയാക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ബന്ദിയായിട്ട് പിടിച്ചുകൊണ്ട് പോയതിൽ തായ്ലാൻഡിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാരെയൊക്കെ റിലീസ് ചെയ്തു. അപ്പോൾ ആ റിലീസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ട ഒരു തായ് പൗരൻ്റെ ബോഡി ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ നിലവിൽ നടത്തിയ ഒരു സെർച്ചിലാണ് ഇപ്പോൾ ഇത് കണ്ടുകിട്ടിയത്. ഇതുകൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് വിഷയം കൂടി ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ജീവനോടെയുള്ളൊരു ബന്ദിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തിയ ദൗത്യം വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയും ആ ഒരു ബന്ദി ഇരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ ആർമി കൃത്യമായി വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒസാമ എന്ന് പറഞ്ഞ ഹമാസിൻ്റെ ആ ഒരു സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്, അതായത് നിങ്ങളെങ്ങാനും ആ ഒരു ബന്ദിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അവൻ്റെ ജീവനറ്റ ശരീരമായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഹമാസിനും IDFനും ഇടയിൽ ഒരു ഈഗോ ക്ലാഷ് എന്നുള്ള നിലയിൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ദിയെ മോചിപ്പിക്കണം ജീവനോടെ എന്നുള്ള രീതിയിൽ IDFന്റെ ദൗത്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്കെച്ചിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഹമാസിന്റെ ഭീഷണി വന്നിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വിഷയങ്ങളെല്ലാം സൈലന്റ് ആണ്. സൈലന്റ് മീൻസ് ആ ഓപ്പറേഷൻ നടക്കുന്നില്ല എന്നുള്ളതല്ല, ഓപ്പറേഷൻ ഇസ് ഓൺ. ഓപ്പറേഷൻ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇൻഫർമേഷൻസ് എന്തായാലും ഈ ഒരു ബന്ദിയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുള്ളൂ. കാരണം സീക്രട്ട് മിഷനായിട്ട് അത് മാറിയിരിക്കുകയാണ്. സീക്രട്ടായിട്ട് ഒരു മിഷൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. മാറ്റാൻ സെങ്കൂക്കർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം നടക്കുന്നത്. ഈ മാറ്റാൻ സെങ്കൂക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ബന്ദിയെയാണ് ശരിക്കും ഈ ഒരു ബന്ദിയെ വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പം IDF വളഞ്ഞിരിക്കുന്നത്. രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മിഷനായിട്ട് തന്നെ ഇതിനെ വിലയിരുത്താൻ കഴിയും.
ഒരുപാട് ബന്ദികൾ ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇന്ന് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എന്തായാലും ഇസ്രായേൽ കൃത്യമായി ടാർഗറ്റ് വെച്ചിട്ട് ഈ ഒരു മാറ്റാൻ സെങ്കുക്കറിനെ ജീവനോടെ തന്നെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗാസ ഹോസ്പിറ്റലിന്റെ അടിയിൽ ഉണ്ടായിരുന്ന ടണലിലാണ് മുഹമ്മദ് സിൻവാറിന്റെ ബോഡി കണ്ടെത്തിയത്. മുഹമ്മദ് സിൻവാർ എന്ന് പറഞ്ഞാൽ യഹിയ സിൻവറിന്റെ ബ്രദറിന്റെ ബോഡി കണ്ടെത്തിയത് ഗാസ ഹോസ്പിറ്റലിന്റെ അടിയിൽ ഹമാസിന്റെ ഒളിത്താവളമായിട്ടുള്ള ടണലിൽ നിന്നുമാണ് മുഹമ്മദ് സിൻവാറിന്റെ ബോഡി കണ്ടെത്തിയതായിട്ട് IDF റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഗാസയിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെ എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 500 മില്യൺ ഈ ഒരു ഗാസ എയ്ഡ് കമ്മിറ്റിക്ക് ഇസ്രായേലിലേക്ക് സംഭാവന ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഗാസയിലെ എയ്ഡ് സപ്ലൈ പൂർണ്ണമായിട്ടും ഇസ്രായേൽ കൈയടക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി എന്തെങ്കിലും കുത്തിത്തിരിപ്പുമായിട്ട് തീർച്ചയായിട്ടും യുണൈറ്റഡ് നേഷൻസ്, പാലസ്തീനിയൻ അതോറിറ്റി, ഹമാസ്, പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഖത്താർ, ഈജിപ്ത് പോലത്തെ രാജ്യങ്ങൾ ഇവരൊക്കെ വരും ഈ ഒരു എയ്ഡ് സപ്ലൈ എങ്ങനെയെങ്കിലും മാറ്റി ഹമാസിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു 80% ഇപ്പോൾ കാര്യങ്ങളൊക്കെ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ മാറിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈദ് പെരുന്നാളിന്റെ പ്രേയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് പ്രെയർ ചെയ്യാനുള്ള സാഹചര്യം IDF ഒരുക്കി കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും ആ ഒരു ജനങ്ങൾക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അതായത് ഏത് സാഹചര്യത്തിലും ഒരു ബോംബ് വീണേക്കാം എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ എയ്ഡ് കിറ്റുകൾ കൊടുത്തോണ്ടാണ് ഈ ഒരു ഈദ് പ്രെയർ അവിടെ നടപ്പിലാക്കിയത്. അതായത് ഫിയറോട് കൂടി പേടിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ ശേഖരണം അവർ നടത്തിയതായിട്ടാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. തീർച്ചയായിട്ടും യുദ്ധമേഖലയാണ്, അപ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നത്. ജൂൺ 6 മുതലേ ഇയാൽ സാമിർ വളരെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഗാസയിലെ ഈ ഒരു ആക്രമണം, IDF എക്സ്പാൻഷൻ, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ബ്ലൂ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 7 ദിവസങ്ങളിൽ ഏതാണ്ട് 38 സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ഗാസയ്ക്കുള്ളിൽ എന്നാണ് സ്റ്റേറ്റ്മെന്റ്. വരാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നെതന്യാഹുവിന് ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നഫ്താലി ബെന്നറ്റ് അടുത്ത പ്രൈം മിനിസ്റ്റർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പൊതുവിൽ വിലയിരുത്തലുകൾ വരുന്നത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെതന്യാഹുവിനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നെതന്യാഹുവിന് ഒരു മുൻതൂക്കം കിട്ടുന്ന രീതിയിലുള്ള ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നെതന്യാഹു പൊളിറ്റിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കൃത്യമായ പൊളിറ്റിക്കൽ അറിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും തന്നെ ഇപ്പോൾ അങ്ങനെ പ്രവചിക്കാൻ കഴിയില്ല. ഇത് ജസ്റ്റ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ്. നഫ്താലി ബെന്നറ്റ് അടുത്ത് വരാൻ സാധ്യതയുള്ള ഒരു പ്രൈം മിനിസ്റ്ററായിട്ട് കരുതപ്പെടുന്നു എന്നുള്ള വാർത്ത. ഇതൊരു സൈഡിൽ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നെതന്യാഹു ഇതിലും ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രൈം മിനിസ്റ്റർ ആവാനുള്ള സാഹചര്യം നെതന്യാഹുവിന് തന്നെയാണെന്ന് പല അനലിസ്റ്റ് റിപ്പോർട്ടുകളും കൂടി വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഡിനൈ ചെയ്യാൻ കഴിയാത്തതാണ്. ട്രംപ് പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന കണക്ക് ഇറാനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, കാര്യം അവർ ഈ ഒരു ഡീലുമായിട്ട് ബന്ധപ്പെട്ട്, ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പുവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമെന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രംപ് എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള കാരണമെന്ന് നമുക്ക് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇറാൻ ഒരു ഭീഷണി, ആ ഭീഷണി എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് നേരെയാണ്. ഇസ്രായേൽ ആണെങ്കിൽ ഇറാന്റെ മേളിൽ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് കുറേ നാളായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഒരു ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും വരാത്ത കൊണ്ടാണ് ഏതാണ്ട് ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇറാൻ റെഡി ആയിരിക്കുന്ന കണക്ക് അമേരിക്ക ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നിങ്ങളുടെ ടെല്ലവീവ് തൊട്ട് ജെറുസലേം തൊട്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് ന്യൂക്ലിയർ സ്റ്റേഷൻസ് ഉണ്ടോ ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതെല്ലാം തന്നെ ബ്ലൂ പ്രിന്റ് ഇട്ട് ഞങ്ങൾ വളരെ ചാർട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കരുതരുത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഞങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ സ്കെച്ച് ഡേറ്റ പുറത്ത് വിടട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഇറാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറത്ത് വിടട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്? ഇസ്രായേൽ പുറത്ത് വിടുന്ന കണക്ക് അങ്ങ് പുറത്ത് പബ്ലിഷ് ചെയ്യണമെന്നേ. എന്തിനു നിങ്ങളിങ്ങനെ ഒളിച്ചു വെക്കുന്നത്? എന്തിനെ പേടിക്കുന്നത്? നിങ്ങൾ പബ്ലിഷ് ചെയ്യുക, ഇന്ന സ്ഥലത്ത് ന്യൂക്ലിയർ ശേഖരണങ്ങൾ ഉണ്ട് എന്നുള്ളത് അങ്ങ് പുറത്ത് വിടൂ. ഇസ്രായേൽ ഒരു ചെറിയ ലാൻഡല്ലേ. ഇറാന്റെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ മാപ്പ് സഹിതം സാറ്റലൈറ്റ് ഇമേജ് സഹിതം പുറത്ത് വിടുന്നില്ലേ? അതേപോലെ വിടൂ, ജെന്റിലായിട്ട് വിടൂ. അല്ലാതെ വിടട്ടെ എന്നൊക്കെ ചോദിക്കണ്ട. അതൊക്കെ ഭയങ്കര ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ അറിയാവുന്ന സ്പോട്ടുകൾ കൃത്യമായിട്ട് മാപ്പിൽ കുറിച്ച് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. എന്നാലല്ലേ അവർക്ക് ബോധ്യം വരൂ ഇറാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത്. ഇപ്പം ശരിക്കും ഒരു ഭീഷണി എന്നുള്ള നിലയിൽ മാത്രമേ ഇത് കണക്കാക്കാൻ കഴിയുള്ളൂ. അതിലുപരിയായിട്ട് ഒരു വാലിഡിറ്റിയും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, തീർച്ചയായിട്ടും ഇറാനിന് അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ
ഇറാൻ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ന്യൂക്ലിയർ ശേഖരണങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി ആ ഒരു ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യണമെന്നേ. 4 IDF ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 5 പേർ വൂണ്ടഡ് ആണ്. അതായത് ഒരു പഴയ ബിൽഡിംഗ് അത് പൊളിഞ്ഞ് തകർന്ന് വീണതിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഈ ഒരു അപകടത്തിലാണ് ഈ ഒരു 4 സോൾജേഴ്സ് കൊല്ലപ്പെട്ടത്. ഗാസയ്ക്കുള്ളിലാണ് ഈ ഒരു സംഭവം. മാർക്കോ റൂബിയോ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നത് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലുള്ള ഒരു സീസ് ഫയറോ അല്ലെങ്കിൽ ഹമാസ് ഒന്ന് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ഇസ്രായേൽ എല്ലാം ഒബേ ചെയ്ത ഒരു സൈഡിൽ നിൽക്കാനോ ഒന്നും തന്നെ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈ വാല്യൂ ഉള്ള പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഈ മാർക്കോ റൂബിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ അടുത്ത പൊസിഷനിലേക്ക് വരുന്ന ആളാണ്. ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് അംബാസിഡറെ വിട്ടാൽ മതി, US envoy വിട്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് വൈറ്റ് ഹൗസിൽ നടന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്കോ റൂബിയോ ഇനി മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അങ്ങ് ഇൻവോൾവ് ആകണ്ട. മാർക്കോ റൂബിയോയ്ക്ക് വേറെ ജോലികളുണ്ട്, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉള്ള ജോലികളുണ്ട്. ഈ ഇസ്രായേൽ, ഗാസ, ഹമാസ് ഇവരെല്ലാം ഒരു രീതിയിൽ ഒതുങ്ങി ഒരു ലെവലിൽ വരുന്നത് വരെ മാർക്കോ റൂബിയോ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അംബാസിഡർ, എൻവോയ്സ്, ഏതെങ്കിലും ഒരു ഫോറിൻ അംബാസിഡറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിട്ടാൽ മതി എന്നുള്ളതാണ് അമേരിക്കയുടെ പുതിയ തീരുമാനം. ടെക് മൊഗൾ ലോസ്റ്റ് ഹിസ് മൈൻഡ് എന്നാണ് ഇലോൺ മസ്കിനെ ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇലോൺ മസ്കിന് നല്ല രീതിയിൽ കൊള്ളും. ഇനിയിപ്പോൾ ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള അഭിസംബോധനകൾ ഇനി കാണാൻ കഴിയും വരും ദിവസങ്ങളിൽ. അതായത് ഡോച്ച് കമ്മിറ്റി അത് ഇത് തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ തമ്മിൽ ഇപ്പം പൊരിഞ്ഞ അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അമേരിക്ക മാറുന്നു എന്ന് പറയുന്നതും നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു USAIDുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഈ മാറി വരുന്ന ഈ ഒരു രീതി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് കൊണ്ടാണ് അമേരിക്കയുടെ ഫ്ലോസിനെ നമ്മൾ തുറന്നു കാണിക്കാൻ തയ്യാറായത്. അപ്പോൾ അതായത് നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റ് പറയാൻ തയ്യാറാവണം. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിനിപ്പോൾ ആരെങ്കിലും അമേരിക്ക കുറ്റം പറയുന്നു, റഷ്യയെ കുറ്റം പറയുന്നു, യുക്രൈനെ കുറ്റം പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ പറയുകയാണ്, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ നിന്ന് വാർത്തയിൽ പറയുന്നത് കൊണ്ടല്ലല്ലോ ട്രംപും മസ്കും അടികൂടുന്നത്, അവരടികൂടുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ ലോജിക്കാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ഒരു സൂചന കൊടുത്തിരിക്കുന്നത് 800 മീറ്റർ, മാക്സിമം 800 മീറ്റർ താഴ്ചയിലാണ് ഇറാൻ അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതായത് വളരെ വ്യക്തം, അവർ കൃത്യം ഈ മെഷർമെൻറ്റ് വരെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 800 മീറ്ററിന് താഴ്ചയിൽ എങ്ങനെ അടിക്കാൻ പറ്റുമോ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കൃത്യമായി കണ്ടംപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. 800 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് ആക്യുറേറ്റോട് കൂടി ഇസ്രായേലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എത്രമാത്രം ഡേറ്റ ആക്യുറേറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ തീർച്ചയായിട്ടും ഇതിന് എന്തെങ്കിലുമൊക്കെ ബദൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് വരും. ഇസ്രായേൽ ഇതിനു മുമ്പും ഇറാനെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മുന്നോട്ട് തന്നെ പോകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഇറാൻ ആണെങ്കിൽ വാലും തലയും ഇല്ലാതെ കുറേ മിസൈലുകൾ അങ്ങോട്ട് വിട്ടു എന്നുള്ളതിലുപരിയായിട്ട് ഇസ്രായേൽ നടത്തുന്നത് പോലെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആക്രമണങ്ങളും ഇറാൻ നടത്തിയതായിട്ട് ഇതുവരെ എൻ്റെ അറിവിലില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും നെതന്യാഹുവിന് ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ചില അനാലിസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്നത് നെതന്യാഹു തീർച്ചയായിട്ടും ഇലക്ഷൻ്റെ ഡോമിനേഷൻ കിട്ടാനും നെതന്യാഹുവിൻ്റെ ഫ്യൂച്ചർ പൊളിറ്റിക്കൽ ലൈഫ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഇറാൻ്റെ മേളിൽ കറക്റ്റ് ടൈമിൽ ഒരു അറ്റാക്ക് നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പല അനാലിസ്റ്റ് റിപ്പോർട്ടുകളും പല എക്സ്പെർട്ട് അനാലിസ്റ്റുകളും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് ആ ഒരു അറ്റാക്ക് വളരെ നാച്ചുറലായിട്ട് നടന്നതുപോലെയും ആയിരിക്കും, അതേസമയം അത് നെതന്യാഹുവിന് ഗുണം ചെയ്യുന്നതുമായിരിക്കും. ആ രീതിയിലുള്ള സ്ട്രാറ്റജിക്കൽ അറ്റാക്ക് നെതന്യാഹു നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെതന്യാഹുവിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എന്തായാലും ന്യൂക്ലിയർ സൈറ്റ് ഇസ്രായേലിന് ഒരു ത്രെട്ടാണ്, ഇറാൻ്റെത്. അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അത് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും പാർഷ്യലി എനിക്കൊരു ഗുണം കിട്ടുന്നെങ്കിൽ പൊളിറ്റിക്കൽ ലൈഫിൽ ഇത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നലത്തെ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.